ഒരുപാട് സന്തോഷമുള്ളൊരു സംഭവം ഇന്നലെ ഉണ്ടായി. ഇന്നലെ രാവിലെ ആ വീഡിയോ ഇട്ടതിന് ശേഷം അനക്കൊണ്ട് ഓടിച്ചൊന്ന് സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. സഹായിക്കോ സ്കാൻ ചെയ്യാൻ? ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ മനസ്സ് മരവിച്ചു പോവുകയാണ്. കാണുന്നവർ ഒരു ലൈക്ക് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് കാണണം. സഹായിക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിയിലേക്കായിരിക്കും ആ വീഡിയോ ആ സമയത്ത് എത്തുന്നത്. നമ്മൾ ഒരു ലൈക്കും കമൻറ്റും ചെയ്യുമ്പോൾ നമുക്ക് അവർക്കൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അപ്പോൾ അതും വലിയൊരു ഉപകാരമായിരിക്കും. കാണുന്നവർ ദയവായി ഒരു ലൈക്ക് ചെയ്ത് കാണാനും അതുപോലെ ഒരു കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴേക്ക് ഇടാനും മറക്കരുത് കേട്ടോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സങ്കടത്തോടെ ഈ വീഡിയോ ചെയ്യുന്നത്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. നമ്മളെ കൊണ്ട് പറ്റാവുന്നതിൽ ഒരു പരിധിയുണ്ട്. 2 ദിവസം മുന്നേ ഇന്നലെ മിനിങ്ങാന്നുമായിട്ട് നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളൊരു പ്രഗ്നൻ്റ് ആയിട്ടൊരു ലേഡിക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ട് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അവരിന്ന് രാവിലെ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. കണ്ടിട്ട് എനിക്ക് കണ്ടില്ലെന്ന് നടിക്കാനും പറ്റുന്നില്ല, നമ്മളെ കൊണ്ടാവുന്നില്ല എല്ലാം ഇപ്പോൾ. കാരണം നമുക്കൊരു പരിമിതി ഉണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇല്ലായ്മയിൽ നിന്നും നമ്മുടെ കയ്യിൽ നിന്നും ആരുടെയും മേടിച്ചിട്ടില്ല, നമ്മുടെ കയ്യിൽ നിന്നും എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങളെ ഞാൻ ആ മെസ്സേജ് ഒന്ന് കേൾപ്പിക്കാം. ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് പറയണം. എനിക്ക് വാട്സാപ്പിൽ വന്ന മെസ്സേജാണ്, ഞാൻ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. എന്നെ സ്കാൻ ചെയ്തിട്ട് അഡ്മിറ്റ് ആക്കുള്ളൂ പറഞ്ഞ്, പക്ഷെ സ്കാനിങ് ഇവിടെ ഇല്ല, പുറത്തോട്ടാണ്. പുറത്ത് നല്ല പൈസയാണ്. ഇപ്പോൾ സ്കാൻ ചെയ്താൽ എന്തോ വാവയുടെ എന്തോ വെയിറ്റും കാര്യങ്ങളൊക്കെ അറിയാനാ. പിന്നെ വാവയ്ക്ക് എന്തോ ഒരു ചെറിയ ഇതുണ്ടെന്ന് പറഞ്ഞു. എന്തോ അനക്കമുണ്ട്, പക്ഷെ എന്തോ പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ എന്നോട് ഓടിച്ചൊന്ന് സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. എന്നൊന്ന് സഹായിക്കുമോ സ്കാൻ ചെയ്യാൻ? ഇതാണ് എനിക്ക് വന്ന മെസ്സേജ് വന്നിട്ടൊരു 10-20 മിനിറ്റായി. ഞാൻ റിപ്ലൈ കൊടുത്തില്ല. എന്താ ചെയ്യുക, നമ്മളായിട്ട് കൂട്ടിയാൽ കൂടില്ല. കാരണം അവരുടെ ആവശ്യങ്ങൾ വലുതാണ്, ഒരുപാട് വലുതാണെന്നറിയാം. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ മനസ്സ് മരവിച്ചു പോവുകയാണ്. ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഇന്നലെ തന്നെ ഞങ്ങൾക്ക് നല്ല ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു. എല്ലാം കൂടെ നമ്മൾ വണ്ടിക്കൂലി ഉൾപ്പെടെ എല്ലാം കൂടെ ഒരു 16,000 രൂപയുടെ ചിലവ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയായിരിക്കും, നമ്മൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ $2-3 ആ വീഡിയോയിൽ നിന്ന് കിട്ടുന്നത്. കൂടിയ 24, 27, 250 രൂപ. അതിനാണ് നമ്മൾ ഈ ഓരോയിടത്ത് പോകുമ്പോഴും വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ സംതൃപ്തി, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് കിട്ടുന്ന കുഞ്ഞു വരുമാനത്തിൽ നിന്ന് എടുത്തിട്ട് ചെയ്യണം. പക്ഷേ ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയി കഴിയുമ്പോൾ നമുക്ക് താങ്ങില്ല. നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് വരും. അവരെങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷേ വീണ്ടും അതെനിക്ക് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പോകുന്ന മെസ്സേജാണ്, റിപ്ലൈ തരാമോ, എമർജൻസിയാണ്. എന്താ ചെയ്യുന്നത്? എൻ്റെ അവസരങ്ങളുണ്ട്. ഞാൻ ഫുൾ ടൈം മരുന്നെന്ന് പറഞ്ഞപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് ആയുർവേദ ട്രീറ്റ്മെൻറ്റാണ്. കൈ രണ്ടും പോകാൻ പറ്റുന്നത്. വണ്ടി പോലും നല്ല ഓടിക്കത്തില്ല, അതുപോലെ വേദനയാണ്. അപ്പോൾ മരുന്ന് കിട്ടിയിട്ട് രാവിലെ ഇരിക്കുമ്പോഴാണ് ഈ കോള് വരുന്നത്. കോളിലാണ് ഈ മെസ്സേജ് വരുന്നത്. ഇതുവരെ ഞാൻ റിപ്ലൈ ചെയ്തിട്ടില്ല. ശരിയാണ്, നമുക്കില്ലാത്തതിൻ്റെ ഒരു പരിധിയുണ്ട്. 5-10 നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനം ചിലപ്പോൾ ഒരു മാസം 10-15,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ വരുമാനമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിൽ നിന്ന് നമ്മൾ 10-6,000 ഇപ്പോൾ ഈ മാസം തന്നെ നമുക്ക് നല്ലൊരു എമൗണ്ട് നമുക്ക് ചിലവ് വന്നിട്ട് നമ്മൾ ന്യൂസ് നല്ലൊരു പൈസ എടുത്തിട്ടാണ് കുറേ ചാരിറ്റി വീഡിയോസ് ചെയ്യാനായിട്ട് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന വീഡിയോസിൽ നിന്ന് നമുക്ക് ഒരു ഏണിങ്സോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. വലിയ ആളുകൾ പോലെ നമ്മൾ കാറി കോവി അല്ലെങ്കിൽ വലിയ ബഹളം ഉണ്ടാക്കി അല്ലെങ്കിൽ ഭയങ്കര ഇതെടുത്തിട്ടല്ല വീഡിയോസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ റീച്ച് പോകുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പോൾ അതിൻ്റേതായ കുറവുകളുണ്ട്. അപ്പോൾ ഭയങ്കര റീച്ചും കാര്യങ്ങളുള്ള ആളുകൾക്കൊക്കെയാണ് കുഴപ്പമില്ല, അവർക്ക് എടുത്ത് ചെയ്യാം. അവർക്ക് അതിൽ നിന്നും വരുമാനം കിട്ടും, അല്ലെങ്കിൽ പരസ്യത്തിൻ്റെ വരുമാനങ്ങളൊക്കെ പലതുമുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ ഇതാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നുള്ളൊരു ഭയങ്കരമായൊരു ധർമ്മസങ്കടത്തിലാണ്. നോ പറയാനും എനിക്ക് പറ്റുന്നില്ല. അതിന് എത്ര ആവുമെന്നൊന്നും എനിക്കറിയത്തില്ല. എത്ര ആവുമെന്ന് പോലും ചോദിക്കാൻ എനിക്ക് സത്യം പറഞ്ഞ പേടിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പല വീഡിയോ 2 കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അവരെ സഹായിക്കാനായിട്ടെന്ന് പറഞ്ഞാൽ എന്നിലൂടെ ആരും ഒന്നും ചെയ്യരുത്. കാരണം എനിക്ക് തരുമോ, ഞാൻ 1 രൂപ പോലും ആരോടൊന്നും മേടിക്കത്തില്ല കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളില്ല. അവരുടെ നമ്പർ ഞാൻ തരും, അവരെ നിങ്ങൾ ഡയറക്റ്റ് വിളിക്കുകയോ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം ചെയ്യുക. അതേ ഞാൻ പറയുള്ളൂ. നമ്മൾ പറഞ്ഞ് ആരും ചെയ്യാനായിട്ട് പോകരുത്. അപ്പോൾ ഞാൻ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുണ്ട് ചെയ്യാനായിട്ട്, സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ നേരിട്ട് എന്തെങ്കിലും ഡ്രസ്സായിട്ടോ എന്തെങ്കിലുമായിട്ടൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല. എറണാകുളത്താണ്.
ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കാര്യം പറയാനായിട്ടാണ് ഇപ്പോൾ ഈ കോലത്തിൽ ഞാൻ ഈ മരുന്നിട്ട് കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് എനിക്ക് എന്താ പറയുക, മരുന്നിട്ട് കഴിഞ്ഞാൽ 2-3 മണിക്കൂർ നേരത്തേക്ക് കളയാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത മരുന്നിൻ്റെ പുറമെ വരുന്നുണ്ട്, കഷായങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് വരുന്നുണ്ട്. ഫുൾ ട്രീറ്റ്മെൻറ്റാണ്, വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യണം. ഞാൻ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ പറയാം, 99 47 100 882. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു സഹായമല്ല, ഇതിനപ്പുറത്തേക്ക് അവർക്ക് ഒരുപാട് ആവശ്യങ്ങൾ വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. കാരണം എപ്പോഴും നമ്മളോട് ഇങ്ങനെ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് നോ പറയാൻ പറ്റുന്നില്ല, നമ്മളെക്കൊണ്ട് സാധിക്കുന്നുമില്ല. ഭയങ്കര വിഷമമാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചെവികളിൽ കേൾക്കേണ്ടി വരുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പോലും സാധിക്കത്തില്ല. ഇത് കേൾക്കുന്നവർ വിചാരിക്കും അതല്ലേ ഉള്ളൂ, നിങ്ങളത് ചെയ്യുമെന്ന് പറയും. എങ്ങനെ അപ്പോൾ അതില്ല, എനിക്ക് ഒരു ദിവസം വരുന്ന 1-2 കോളുകളല്ല ഇങ്ങനെ. നമ്മളിങ്ങനെ വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ആളുകളാണ് ഇങ്ങനെ നമ്മളിലേക്ക് സഹായം ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോകൾ ചെയ്യുമ്പോൾ ഒരുപാട് പേരണ്ടോടെ പോയിക്കൊണ്ട് നമ്മളുടെ സഹായം ധരിക്കേണ്ടി വരും. ഒരുപാട് കോളുകൾ ഞാൻ പരമാവധി കോളുകൾ അറ്റൻഡ് ചെയ്യാറില്ല. എമർജൻസി കേട്ട് ഞാൻ എമർജൻസി ആണെന്ന് തോന്നിയാൽ അത്രമേൽ ഇതാണെന്ന് തോന്നിയാൽ മാത്രം ഞാൻ ആ മെസ്സേജുകൾ കേട്ടതിന് ശേഷം റിപ്ലൈ ചെയ്യാറുള്ളൂ. കാരണം നമുക്കൊരു പരിധിയുണ്ട് എല്ലാത്തിനും. നമ്മൾ എന്താ പറയുക, അതുപോലെ ഉള്ള ഒരാളല്ലല്ലോ ഞാൻ. ചെറിയൊരു ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ്, അല്ലാതെ നമ്മളാരും നിർബന്ധിച്ചിട്ടില്ല. നമ്മളുടെ ഒരു ഉള്ളിൽ അതിയായ ആഗ്രഹമാണ് എന്തെങ്കിലും മറ്റുള്ള ഒരു സഹജീവികൾക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യണമെന്നുള്ള മനസ്സിനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ നമ്മളെക്കൊണ്ട് പറ്റാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. എന്നെ വിളിച്ചു കഴിഞ്ഞാൽ മാത്രം സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രം അവരുടെ നമ്പർ എടുത്താൽ മതി. കാരണം അല്ലാതെ കാണുന്ന ആരും വിളിച്ച് ശല്യപ്പെടുത്തുന്നത് ശരിയല്ലോ. അതുകൊണ്ട് എന്നെ ഒന്ന് വിളിച്ചിട്ട് വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി. വിളിച്ചാൽ കിട്ടണമെന്നില്ല, ഞാൻ സഹായിക്കാൻ വന്നൊരു മെസ്സേജ് എഴുതിയിട്ടാൽ മതി. ഞാൻ അവരുടെ ഡീറ്റെയിൽ തരാം, എന്നിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ സഹായിക്കണം കേട്ടോ. ഇപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഇപ്പോൾ ഈ രാവിലെ ഈ കോലത്തിൽ ഞാൻ വീഡിയോയിൽ വന്നു. ഹായ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇപ്പോൾ ഇന്നലെ എടുത്ത വീഡിയോയുടെ ബാക്കിയായിട്ട് ഇന്ന് ഈ വീഡിയോ വരുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് സന്തോഷമുള്ളൊരു സംഭവം ഇന്നലെ ഉണ്ടായി. ഇന്നലെ രാവിലെ ആ വീഡിയോ ഇട്ടതിന് ശേഷം ഒരു പോസ്റ്റ് ചെയ്തായിരുന്നു, ഒരു സഹായം വേണമെന്ന് പറഞ്ഞുകൊണ്ട്. ആ പോസ്റ്റ് ഇട്ടൊരു 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരാൾ വിളിച്ചിട്ട് ചെറിയൊരു സഹായം ചെയ്ത് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി ആയപ്പോഴത്തേക്കും അവർക്ക് വേണ്ട പൈസ കൂടുതൽ, അന്നേരപ്പോൾ ആവശ്യമുള്ള പൈസയിൽ കൂടുതലൊരു എമൗണ്ട് അവർക്ക് ഒരാൾ ചെയ്തു കൊടുത്തു. വലിയൊരു സന്തോഷമുള്ള കാര്യമായി. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി. കാര്യം ഇന്നലെ നടന്നില്ലെങ്കിലും ഇന്നത് സാധിക്കാൻ പറ്റും. അതെ, ഇന്നിപ്പോൾ വിഷുവിൻ്റെ അന്നാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും വിഷു ആശംസകൾ. ഇന്നിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം, ഇന്ന് ഞങ്ങളിരുന്ന് പറയുന്നുണ്ട്, പക്ഷേ ഈ വീഡിയോ വരുമ്പോൾ നാളെയാവും. അപ്പോൾ അവരുടെ കാര്യം ഇന്നലെ നടന്നില്ല. അപ്പോൾ ഇന്ന് ആ പൈസ കൊണ്ട് അവരുടെ കാര്യങ്ങൾ നടക്കും. ഞാൻ പറഞ്ഞിരുന്നു അവരുടെ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് അവരെന്നോട് ശരിക്കും 2100 രൂപ ചോദിച്ചത്, പക്ഷേ കൊടുക്കാൻ മേലാഞ്ഞിട്ടില്ല. പക്ഷേ ആ സമയത്ത് നമ്മൾ തൊടുന്നതിനും എല്ലാത്തിനും നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്തോണ്ടിരുന്നാൽ നമുക്ക് കൊടുക്കാനേ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു പോസ്റ്റ് ഇട്ടത്. കാരണം തലേദിവസം ഞങ്ങൾ അത്യാവശ്യം ഞങ്ങൾക്ക് നല്ല രീതിയിൽ നമ്മൾ കണക്ക് പറയുന്നതല്ല, നമുക്ക് നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് പരമാവധി ഞങ്ങൾ ചെയ്തിരുന്നു. അതിൻ്റെ തലേദിവസവും അവർ ഫുഡിനൊക്കെ ആയിട്ട് പൈസ ആവശ്യപ്പെട്ട് നമ്മൾ കൊടുത്തു. അത് നമ്മൾ സന്തോഷത്തോടെ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സ്ഥിരമായ കണ്ടിന്യൂസ് നമുക്കൊരിക്കലും ഒരാളെ നമുക്ക് എന്താ പറയുക, അവരുടെ കാര്യങ്ങൾ പൂർണ്ണമായി ഏറ്റെടുത്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അങ്ങനൊരു പോസ്റ്റ് ഇടാനിട ഉണ്ടായത്. അവരുടെ സാഹചര്യം അവസ്ഥയും മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനൊരു പോസ്റ്റ് ഇട്ടേ കേട്ടോ. അപ്പോൾ എന്തായാലും അത് സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ തന്നെ അത് ഏറ്റെടുത്ത് 2 പേരാണ്. ഒരാൾ ഇന്നലെ കുറച്ച് പൈസ കൊടുത്ത്, ബാക്കി ഇന്ന് നാളെയായിട്ട് കുറച്ചുകൂടെ വേണ്ട പൈസ കൂടുതൽ ഇന്നലെ തന്നെ കിട്ടി. അപ്പോൾ ഒരു ചേട്ടനൊരു 500 രൂപ ഇട്ട് ആദ്യം തന്നു രാവിലെ. എന്നിട്ട് പറഞ്ഞു ബാക്കിയുള്ള പൈസ നാളെ 2 ദിവസത്തിനുള്ളിലായിട്ട് ഞാൻ അവർക്ക് കൊടുത്തോളാമെന്ന് പറഞ്ഞു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ചേച്ചിയാണ് വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ കുറച്ച് പൈസ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരു 4000 രൂപ ഇന്നലെ വൈകുന്നേരം അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ അവർ 2100 ചോദിച്ചെടുത്ത്, അതായത് സ്കാനിങ്ങിന് മാത്രം, ഫുഡിനും കാര്യങ്ങൾക്കൊന്നും അവരുടെ പൈസ ഇല്ല, അത് നമുക്ക് നന്നായി അറിയാം. പക്ഷേ അന്നേരപ്പെടുത്ത എമർജൻസി അവരെ സംബന്ധിച്ചിടത്തോളം ആകാശത്തിലെ പക്ഷികളെ നോക്കുവാൻ അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുര ശേഖരിക്കുന്നില്ല, നാളത്തെ കാര്യം എന്നൊരു ചിന്തയില്ല. അതായത് ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇപ്പോൾ എന്ത് നടക്കുന്നു, അതിനുവേണ്ടിയുള്ള അന്നു വേണ്ടുന്ന ആ സമയത്ത് വേണ്ടുന്ന അപ്പോഴത്തെ ആഹാരം വിശപ്പ് അകറ്റി മുന്നോട്ട് പോകാൻ മാത്രമേ അവരുടെ ജീവിതത്തിൽ ലക്ഷ്യമുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് നാളെ അവർക്ക് വീണ്ടും ദുരിതമാണെന്ന് നമുക്കറിയാം. പക്ഷെ എന്തായാലും വലിയൊരു സന്തോഷം നമുക്ക്, അത്രയെങ്കിലും നമുക്ക് ഒരു നേരത്തെ ഒരു മനുഷ്യൻ്റെ വിശപ്പടക്കാനോ അല്ലെങ്കിൽ സന്തോഷിപ്പിക്കാനോ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പം നിങ്ങൾ സഹകരിച്ച് ഇവർക്ക് ഒരുപാട് നന്ദി, സ്നേഹം അറിയിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനിയും ചിലപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വരുന്നുണ്ട്. ഇന്നത്തെ, അതായത് ഇന്ന് ഇപ്പോൾ ഈ പറയുന്ന ദിവസം വീഡിയോ വരുന്നുണ്ട്. നിങ്ങളപ്പോൾ അവരെ പൂർണ്ണമായി കാണും. കണ്ടതിന് ശേഷമായിരിക്കും ഈ വീഡിയോ നിങ്ങൾ കാണുന്നത്. ആദ്യം നമ്മള് വിചാരിച്ചത് അവരുടെ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഐഡന്റിറ്റി പുറത്ത് വിടണ്ടെന്നാ വിചാരിച്ചത്. പക്ഷെ അവർക്ക് അത് കുഴപ്പമില്ലായിരുന്നു. അവരതിന് തയ്യാറായി തന്നെയാണ് വന്നത്. അവരിപ്പോ വീഡിയോയിൽ അതിന്റെ കുറെ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ് വീഡിയോ എടുത്തോളാൻ അവർ പറയുന്നുണ്ട്. ചേട്ടാ ഞങ്ങൾ തരുന്ന വീഡിയോ എടുക്കുന്നില്ലേ എന്ന് ചോദിച്ച് നമ്മളോട് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ ഒരു ദിവസം അവരുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് അവർ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ആയിട്ട് അവരുടെ അവസ്ഥ നമുക്ക് പുറത്ത് കാണിച്ചിട്ടൊരു വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവസ്ഥ കാണിക്കാനൊന്നും ഇല്ല, അതുപോലെ തന്നെ കഷ്ടമാണ്. പക്ഷെ എന്നാലും മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും കാണിച്ചുകൊണ്ട് വേണം എത്തിക്കാൻ. എന്നാൽ മാത്രമേ ആളുകൾക്ക് വിശ്വാസ്യത ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ രാവിലെ ഞങ്ങൾ പള്ളിയിൽ വന്നാണ്. ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ വരുന്നുണ്ട്. അപ്പോൾ പള്ളി കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ആ ഒരു സന്തോഷം അവിടെ കൂടുതൽ ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇനി വീട്ടിലേക്ക് പോവാണ്. 2 പിള്ളേരുണ്ട്, അവർ 2 പേരും ഉറക്കത്തിൽ എനിക്ക് എൻ്റെ സൗണ്ട് എല്ലാം പോയിരിക്കുകയാണ്. തൊണ്ടയെല്ലാം പഴുത്ത് നാശമായിരിക്കും. ഭയങ്കര ഒരു ജലദോഷം ഒന്നുമില്ല, പക്ഷെ ഭയങ്കര ചുമയുണ്ട്, കഫക്കെട്ടുണ്ട്, തൊണ്ട പഴുത്ത് നാശമായിട്ടിരിക്കുകയാണ്. തൊണ്ടയിൽ നിന്ന് ബ്ലഡ് നന്നായിട്ട് രാവിലെ ഇങ്ങനെ കട്ടയായിട്ട് ചാടി വരുന്നുണ്ട്. ഇന്നലെ ഞാൻ 2-3 പേര് ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, തൊണ്ട തരിക്കുകയെന്ന് പറഞ്ഞു. എനിക്ക് സംസാരിക്കുമ്പോൾ പതറും, എനിക്ക് കിരികിരികിരാന്നാവുമോ തൊണ്ട. എന്നാണെനിക്ക് മനസ്സിലായില്ല. രാത്രി എപ്പോഴത്തേക്കും ഭയങ്കര തൊണ്ടയ്ക്കാനായി. രാവിലെ എപ്പോഴിങ്ങനെ ചുമച്ച് തുപ്പുമ്പോൾ ഇങ്ങനെ ഫുള്ള് ബ്ലഡ് വരുന്നത്. അപ്പോൾ ഞാൻ രാവിലെ ഇച്ചിരി ഉപ്പുവെള്ളമൊക്കെ കൊണ്ട് എനിക്ക് പോന്നു റെഡിയായി. 2-3 നേരം ഉപ്പുവെള്ളം കൊണ്ട് കഴിയുമ്പോൾ ശരിയാകും. കഫക്കെട്ടുമുണ്ട്, ചുമയുണ്ട്. ആയുർവേദ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാനും പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്ദി, സ്നേഹവും, എല്ലാവർക്കും വീണ്ടും ഒരു വിശ്വാസംസകൾ. ഇന്ന് പറഞ്ഞാലും നാളെ നിങ്ങൾ കേട്ടാലും സാരമില്ല. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുന്നവർ ഒരു ലൈക്ക് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് കാണണം. കാരണം നാളെ നിങ്ങളിലേക്ക് വീഡിയോ എത്താനും കൂടുതൽ ആളുകളിലേക്ക് ആ വീഡിയോ പോകാനും കേട്ടോ ഇങ്ങനെയുള്ള വീഡിയോകൾ. കാരണം അവർക്ക് അത് ചിലപ്പം സഹായിക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിയിലേക്കായിരിക്കും ആ വീഡിയോ ആ സമയത്ത് എത്തുന്നത്. നമ്മൾ ഒരു ലൈക്കും കമൻറ്റും ചെയ്യുമ്പോൾ നമുക്ക് അവർക്കൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അപ്പോൾ അതും വലിയൊരു ഉപകാരമായിരിക്കും. കാണുന്നവർ ദയവായി ഒരു ലൈക്ക് ചെയ്ത് കാണാനും അതുപോലെ ഒരു കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴേക്ക് ഇടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.